ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സ്ഥാപകനും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനവും സ്മൃതി മണ്ഡപ സമർപ്പണവും തൃശ്ശൂരിൽ നടന്നു. മഴഞ്ചേരി ഭാരതീയ വിദ്യാവിഹാറിൽ നടന്ന പരിപാടി ISRO സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഉമാ മഹേശ്വർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് സ്ഥാപകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനമാണ് നടന്നത്. തുടർന്ന് നടന്ന സമ്മേളനം ISRO സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഉമാ മഹേശ്വർ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ കടലായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് ഡോക്ടർ ഉമാ മഹേശ്വർ പറഞ്ഞു. ലോകത്തിന്റെ മാർഗദർശിയായ ഭാരതത്തിന്റെ നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു എൻ ഗോപാലകൃഷ്ണൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്കൃതത്തിലെ D.Litt എടുത്ത ഒരേ ഒരു ശാസ്ത്രജ്ഞൻ MBA എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പുള്ളിയുടെ നേട്ടങ്ങളായിട്ട്. മാത്രമല്ല സംസ്കൃത ഭാഷയിലുള്ള ആഴത്തിലുള്ള അവഗാഹം നമ്മുടെ ഭാരതീയ പൈതൃകമായ അറിവിന്റെ സമ്പത്തിനെ ശാസ്ത്രീയമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പരിപാടിയിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഭാരതത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മുൻപ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഒരു ഒത്തുതീർപ്പിനും നിന്നുകൊടുക്കാതെ ഭാരതത്തിന്റെ സനാതന പാരമ്പര്യം പൊതുജനത്തിന് മുന്നിൽ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഇതിന്റെ സനാതന പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അഭിമാനം കൊണ്ട് വിജൃംഭിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നാണ് ആ വാക്കുകൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വാക്കുകളെ ഒന്നിനെയും ഒരു തരത്തിലും ലഘൂകരിക്കേണ്ടതായ ലാഘവ ബുദ്ധിയോടെ കാണേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പ്രഭാഷണത്തെക്കാൾ കൂടുതൽ ഗവേഷണം നടത്താനായിരുന്നു അദ്ദേഹം തയ്യാറായത്. സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിൽ സാഹിത്യം എഴുതുന്നതാണ് ബുദ്ധിജീവി എന്ന് കരുതുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ രീതിയിൽ സാഹിത്യ രചന നടത്തിയ ആളായിരുന്നു എൻ ഗോപാലകൃഷ്ണൻ എന്നും J. നന്ദകുമാർ കൂട്ടിച്ചേർത്തു. മാനേജിംഗ് ട്രസ്റ്റി NCT രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഋഷിഹുഡ് സർവകലാശാലയുടെ സബ് സെന്ററായി മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാറിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ധാരണാപത്രം ഡയറക്ടർ ഡോക്ടർ സമ്പ്രദാനന്ദ മിശ്ര സ്കൂൾ അധികൃതർക്ക് കൈമാറി. ട്രസ്റ്റ് അംഗങ്ങളായ ഡോക്ടർ CG നന്ദകുമാർ, രാജേഷ്, വിദ്യാലയ സമിതി അധ്യക്ഷൻ ഡോക്ടർ സുരേന്ദ്രനാഥ കൈമൾ, പ്രൊഫസർ അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.